ഒമാനിലെ മബലയിൽ അവശനിലയിൽ കണ്ടെത്തിയ മലയാളി യുവാവ് സുമനസ്സുകളുടെ സഹായത്താൽ നാടടഞ്ഞു. മസ്കറ്റ് KMCC മബേല ഏരിയ കെയർ വിംഗ് പ്രവർത്തകരുടെ 2 ആഴ്ച നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് യുവാവിനെ നാട്ടിലെത്തിച്ചത്. 20 വർഷത്തോളം മസ്കറ്റിലെ മബേല സൂക്കിൽ തൊഴിലാളിയായിരുന്ന മലപ്പുറം സ്വദേശി ജോലി മതിയാക്കി നാട്ടിൽ പോയിരുന്നു. പിന്നീട് തൊഴിൽ തേടി വിസിറ്റ് വിസയിൽ വീണ്ടും എത്തിയപ്പോൾ പക്ഷാഘാതം പിടിപെട്ടു. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ മബേല സൂക്കിൽ കിടന്നിരുന്ന യുവാവിനെ സൂക്കിലെ തൊഴിലാളികളാണ് ആദ്യം കാണുന്നത്. മബേല KMCC യുവാവിന് താമസവും ഭക്ഷണവും വൈദ്യസഹായവും ഒരുക്കി നൽകി. സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടുകയും ചെയ്തു. യുവാവിന്റെ പാസ്പോർട്ട് ജോലി ശരിയാക്കി നൽകാൻ പാകിസ്ഥാൻ സ്വദേശി വാങ്ങിയിരുന്നു. ഇതും കൊടുത്ത പണവും പാകിസ്ഥാൻ സ്വദേശി തിരിച്ചു നൽകി. നിൽക്കാനും അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ആളെ കണ്ടിരുന്നത്. ആളെ കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി ആൾക്ക് ഇവിടെ നിൽക്കാൻ ആവശ്യമായ രേഖകളും മറ്റും കയ്യിലില്ല എന്നും. പിന്നെ സംഭവിച്ചതൊക്കെ ഓരോ മനുഷ്യരുടെയും നന്മയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും ഈ പ്രവർത്തകന്മാർ ചെയ്യുകയും അവസാനം അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രവർത്തനം നടത്തി. ആ കഠിനമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസിയുമായി നിരന്തരമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ എംബസിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തിന് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പരസഹായം ആവശ്യമായിരുന്നു. മബേല KMCC കെയർ വിംഗിന്റെ നേതൃത്വത്തിൽ ദിവസവും ഇദ്ദേഹത്തിന് ഹോം കെയർ സേവനം നൽകി. എംബസി ഇടപെടലിൽ പിഴ ഒഴിവാക്കിയും മബേല സൂക്കിലെ സുമനസ്സുകളുടെ സഹായത്തിൽ വിമാന ടിക്കറ്റ് സംഘടിപ്പിച്ചും യുവാവിനെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. മീഡിയ 1 മസ്കത്ത്.